എൻ്റെ പേരും മനു കെ ബി. ഞാൻ ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ആരടി സെൻറ്റ് ജോസഫ് മലക്കര കത്തോലിക്ക പള്ളിയിൽ നിന്ന് വരികയാണ്. ഞാനിവിടെ ആദ്യം തന്നെ സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റിയതിനെ ഞാൻ അമ്മയോടും തിരുക്കുമാരോടും നന്ദി പറയുന്നു. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിട്ടി. അത് കിട്ടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വിവാഹം എല്ലാം കൂടെ എല്ലാം അടുത്ത് വരെ ഉറപ്പിക്കുന്നതിന് അവസാന നിമിഷമായപ്പോഴത്തേക്ക് എല്ലാം മുടങ്ങിപ്പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞു, എൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെയെല്ലാം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഓരോന്നും മുടങ്ങിപ്പോകുന്നതിനിടയ്ക്ക് ഞങ്ങളുടെ പള്ളിയിൽ തന്നെയുള്ള ഒരു കുട്ടി, അജിലി എന്ന് പറയും, അവരിവിടെ നേരത്തെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അവരുടെ അനുഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ പ്രാർത്ഥന അയച്ചു തന്നായിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥന എങ്ങനെ ചൊല്ലണമെന്നോ എപ്പോൾ ചൊല്ലണമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാനത് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനത് ഇരുന്ന് ചൊല്ലുമായിരുന്നു. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കല്യാണം നടക്കുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഈ പ്രാർത്ഥന ഇടയ്ക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയതാണ്, എന്തുകൊണ്ട് ഈ കുട്ടിയെ തന്നെ നമുക്ക് ആലോചിച്ചുകൂടാ. ഇത് സെയിം ഇടവകയാണ്, ചെറുപ്പം തൊട്ടേ ഞങ്ങൾക്ക് രണ്ട് ഫാമിലിക്കാർക്കും അറിയാവുന്നതാണ്. അപ്പം അങ്ങനെ നിന്ന് ഞാൻ എൻ്റെ ചേച്ചിയോടും അനിയനോടൊക്കെ പറഞ്ഞു. അപ്പം അവർ പോയി നേരെ അവരുടെ വീട്ടിൽ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ഇപ്പം കല്യാണമൊന്നും നടക്കുന്നില്ല, 2 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നിന്നു എല്ലാം ഇങ്ങനെ ആലോചന കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിൽ ഒരു തീരുമാനം ഉണ്ടായി. ഒക്ടോബർ 21 തീയതി 2021 ഒക്ടോബർ 17 ഒത്തുകല്യാണവും 2021 ഒക്ടോബർ 21 തീയതി കല്യാണവും നടത്താമെന്ന് തീരുമാനമായി. അങ്ങനെ മാർച്ച് കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടന്നു. കോവിഡിൻ്റെ കാലത്താണ് വളരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ വിവാഹമൊക്കെ മംഗളകരമായ രീതിയിൽ തന്നെ നടന്നു. അങ്ങനെ മാർച്ചിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും വൈഫും ഉണ്ടായിരുന്നു. ഞാൻ കയറി മുകളിൽ ചെന്ന് ഉടമ്പടിയുടെ ഇതെല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കുറേ 6 നിബന്ധനകളുണ്ടായിരുന്നു. 1, മദ്യപാനം നിർത്തുക. 2, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുക, മാസത്തിലൊക്കെ കുമ്പസാരിക്കാം. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ചുകൊണ്ട് പറ്റുന്നൊരു പരിപാടിയല്ലായിരുന്നു ഈ പത്ര വിതരണമൊക്കെ. എന്ന് വെച്ചാൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. DYFIയുടെ മേഖലാ സെക്രട്ടറി ആയിട്ട് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പത്രം ഒക്കെ കൊണ്ട് എങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ കൊടുക്കും, ഇതിനെക്കുറിച്ച് എങ്ങനെ പറയുമെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ തിരിച്ചു പോയി. ഇവിടെ വന്ന് മുകളിലൊക്കെ കയറിയിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വൈഫ് പറഞ്ഞ് പോയി എടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഞാൻ ഇവിടെ വന്നു. രണ്ടാമത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടിയിലെല്ലാം 6 നിയമങ്ങളൊക്കെ വെച്ചു. 1, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുന്ന ഒരാളായിരുന്നു, അത് പൂർണ്ണമായി നിർത്താമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വേറെ പത്രം വിതരണം ചെയ്യാം എന്ന് തീരുമാനിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചാൽ മാസത്തിൽ എൻ്റെ ജോലി സംബന്ധിച്ച് എനിക്ക് മാസത്തിൽ 10 ദിവസമേ വീട്ടുള്ളൂ, റേഞ്ചുള്ള സ്ഥലത്ത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 10 ദിവസം വേണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്നെക്കൊണ്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ ധ്യാനിപ്പിക്കുന്ന അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു, ഇതൊന്നും പറ്റത്തില്ല, നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് പകുതി വെച്ച് മുടക്കുന്നത് ശരിയല്ല. ഇത് പൂർണ്ണമായിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമ്മൾ ഉടമ്പടി എടുക്കാൻ പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അച്ഛനോട് സംസാരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അവിടെ വന്നപ്പോൾ അച്ഛനെ ചോദിച്ചാൽ, അച്ഛൻ എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ റേഞ്ചില്ലാത്ത സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം നാട്ടിൽ വരുമ്പോഴത്തേക്കുള്ളൂ, ഞായറാഴ്ച കൂടാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നും. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ ഓൺലൈനിലുള്ള ധ്യാനമൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് റേഞ്ചുള്ള സ്ഥലത്ത് പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ അതും ഞങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം പോയി. ഇവിടെ ഉടമ്പടി എടുത്ത് പത്രമൊക്കെ വിതരണം ചെയ്തു. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ നാണക്കേടായിരുന്നു ഈ പത്രമൊക്കെ വിതരണം ചെയ്യാനും ആൾക്കാർ മുമ്പിൽ പോയി നിൽക്കാനൊക്കെ. പക്ഷേ ഒരു കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രം വിതരണം ചെയ്തതിലൂടെ കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ച് ചോദിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഞാൻ പറയുകയാണ് ഉണ്ടായത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3-4 കുടുംബം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പിന്നെ അതെടുത്തു. അടുത്ത നിയമം എന്ന് വെച്ചാൽ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്കൊരു ചെറിയൊരു നടുവേദന ഉണ്ടായി ഒരു സൈഡിൽ പെട്ടെന്ന്. അതായത് ഇരിക്കാനും പറ്റത്തില്ല, എഴുന്നേൽക്കാനും പറ്റത്തില്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. അങ്ങനെ അപ്പം ഈ സൈഡും കൂടെ ഒന്നുമില്ല, എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോൾ അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, മാതാവേ
നീ ഇത്ര എനിക്ക് അനുഗ്രഹം തന്നിട്ട് നിൻ്റെ സാക്ഷ്യപത്രത്തിൻ്റെ ഫ്രണ്ടിലുണ്ട് ഉടമ്പടി തൈലം നേർച്ച വെച്ച വ്യഞ്ചരിച്ച വസ്തുക്കൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത്ര നീ അനുഗ്രഹം തന്നപ്പോഴത്തേക്ക് നീ അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇല്ല എന്ന് എഴുതുന്ന മോശമല്ലെന്ന് ചോദിച്ചു. ഇല്ല എന്ന് എഴുതുന്ന മോശമല്ലേ, അപ്പം നീ ഇതെനിക്ക് തരുവാണെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഉടമ്പടി തൈലം വെച്ച് വൈകുന്നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം നടുവിന് പ്രശ്നമൊന്നുമില്ല, വേദനയില്ല. പിന്നെ പ്രാർത്ഥനയുടെ കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ വേറെയും കിട്ടി. അങ്ങനെ സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം കഴിഞ്ഞു പോകുന്നു. ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 100 നന്ദി. ഈശോയ്ക്ക് അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പൊതുപ്രവർത്തകനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഇങ്ങനൊരു രാഷ്ട്രീയ മേഖലയിലായിരിക്കുമ്പോൾ തീർച്ചയായും യുക്തികളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനൊരു യുക്തി നിറഞ്ഞിരുന്ന അങ്ങനൊരു മേഖലയിൽ നിന്ന് വിശ്വാസതലത്തിലേക്കും പ്രത്യേകിച്ച് ഉടമ്പടി ബന്ധത്തിലൂടെ വിശ്വസ്തതയിലേക്കും നയിക്കുകയും അമ്മയോടും ഈശോയോടൊപ്പം യാത്ര ചെയ്തതിൻ്റെ ഫലമായി ലഭിച്ച അനുഗ്രഹങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച ബോധ്യങ്ങൾ, അതാണ് ആ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ലഭിച്ചപ്പോൾ അത് വിശ്വസ്തയുടെ ആ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അന്ന് മുതലേ പരിശുദ്ധ അമ്മയുടെ ഇടപെടലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിൽ പലപ്പോഴും തടസ്സങ്ങളുണ്ടാകുന്നു. വിവാഹമെല്ലാം ഏകദേശം ഒക്കെ സെറ്റായി വരും, പക്ഷെ അത് മാറിപ്പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ലഭിക്കുന്നത്. ആ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അതിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: മാതാവേ, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. അപ്പോൾ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഉടമ്പടിയിലേക്ക് നമ്മളെ നയിക്കുന്നു. മരിയൻ ഉടമ്പടി എടുക്കാനായിട്ട് നമ്മളെ അത് പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഈ വ്യക്തി പ്രത്യേകമായിട്ട് അമ്മയോട് പറഞ്ഞത്, ഈ വിവാഹം നടക്കുകയാണെങ്കിൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കാം. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വന്നപ്പോഴാണ് ഉടമ്പടിയിൽ കുറേ നിബന്ധനകളുണ്ടെന്ന് മനസ്സിലായത്. കുറേ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും, കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇത് മരിയൻ ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഇവിടെ വന്ന് തൻ്റെ നിസ്സഹായാവസ്ഥ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഉപാധികൾ അച്ഛൻ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് അതും വളരെ വിശ്വസ്തയോടെ അത് ചെയ്തു. മൊബൈലിൽ അത് റേഞ്ചുള്ള സ്ഥലത്തിരുന്ന് ആ യൂട്യൂബിലെ ചാനൽ അത് ഡൗൺലോഡ് ചെയ്ത് അത് കാണാനും അതിലുള്ള ഉടമ്പടി ധ്യാനത്തിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിച്ചു. കിട്ടുന്ന സമയങ്ങളിലെല്ലാം പത്രവിതരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട്, നാണക്കേട് തോന്നുന്ന ഒരു കാര്യമായിട്ട് നിൽക്കുന്നൊരു കാര്യമായി ഈ പത്രവിതരണം മാറുന്നു. പക്ഷേ പത്രവിതരണം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഭംഗിയായിട്ട് നിർവഹിക്കുമ്പോൾ, അതിലുള്ള വിശ്വസ്തയോടെ അത് ചെയ്യുമ്പോൾ അത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നതാണ്.